ഇപ്പോൾ ധാരാളം ആളുകൾ ഡൽഹിയിലൊക്കെ പോയിട്ട് യൂസ്ഡ് വണ്ടി വെളിയിൽ നിന്നുള്ള വണ്ടികൾ ബാറ്ററി റീപ്ലേസ്മെന്റ് മാറി. കാരണം ആദ്യം കമ്പനിയിൽ നിന്ന് വന്ന ബാറ്ററി 4 വർഷം ഓടി. ഓക്കെ. പിന്നെ ഓരോ 2 വർഷത്തിലും ബാറ്ററി മാറി. സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൊയോട്ടയിൽ നമുക്ക് സർവീസ് കോസ്റ്റ് ആകും. പക്ഷെങ്കിൽ ടയറിന് മൈലേജ് നമ്മൾ വലുതായിട്ട് പറയണ്ട, കിട്ടത്തില്ല. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാലും നട്ടുബോൾട്ടയിൽ ഓടുന്ന സാധനമാണ് 6000. അതെല്ലാം ഒരു 14 കൊല്ലത്തിന് ശേഷം വന്ന കംപ്ലൈൻറ്റുകളായിരുന്നു. അത് ശരി. അല്ല, എല്ലാവരും പറയാറുണ്ട് പുതിയ ക്രിസ്റ്റയെക്കാട്ടിൽ പഴയ ഇന്നോവയ്ക്കാണ് യാത്രാസുഖം കൂടുതൽ. അതിനകത്ത് ഈ കാണാൻ വലിയ അട്രാക്റ്റീവ് ലുക്കില്ല, പിന്നെ ഞെട്ടിപ്പിക്കുന്ന മൈലേജോ അട്രാക്റ്റീവ് പവറോ ഇല്ല, പിന്നെ റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനും ഇല്ല. പക്ഷേ ഇന്നോവ എന്നത് ഇന്ത്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ടൊരു വാഹനമാണ്. 2005 മുതൽ ഇന്ന് വരെയും പ്രിയപ്പെട്ട വാഹനമായിട്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ തുടരുന്നു. അപ്പം 2008 വാങ്ങിയ ഈ ഇന്നോവയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. 15 വർഷം ഇന്നോവ നമ്മുടെ റോഡിൽ കൂടെയൊക്കെ ഓടിച്ചിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായി, എന്തൊക്കെ സർവീസ് കോസ്റ്റ് എന്തുമാത്രമായി, ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. നമ്മൾ കഴിഞ്ഞ ടൊയോട്ട റുമിയോൻ്റെ വീഡിയോ ചെയ്തതിനകത്ത് ആ യൂസറിൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സെയിം ഇന്നോവ യൂസർ എക്സ്പീരിയൻസ് ചെയ്യുമോ എന്നുള്ളത്. അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ വന്നിരിക്കുന്നത്. കൂടാതെ 15 ഇയേഴ്സ് ആയ ഒരു ഇന്നോവയുടെ യൂസർ എക്സ്പീരിയൻസ് കൂടാണിത്. അപ്പം അതിന് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്ത് നമുക്ക് ഓരോന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അനിൽ സാറിൻ്റെ ഇന്നോവയുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. ഹൈ, വെൽക്കം ടു അവർ ചാനൽ അഗെയിൻ, വൺസ് അഗെയിൻ വെൽക്കം. അപ്പം അന്ന് നമ്മൾ റുമിയോയുടെ വീഡിയോ റൂമിയോടായിരുന്നു. ആ കമന്റ് സെക്ഷൻ വായിച്ച് കാണുമല്ലോ. അതെ അതെ, ഇന്നോവയുടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഇറങ്ങിയതാണ്. ഇന്നോവയുടെ വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. 15 വർഷമായി ഇന്നോവയാണ്, 2008 മോഡലാണ്. അപ്പം അന്ന് ഇന്നോവ എടുത്തതിൻ്റെ പിന്നിലത്തെ കഥകളാണ് ആദ്യമേ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഏതൊക്കെ വണ്ടികൾ നോക്കിയിട്ടാണ് ഇന്നോവയിലേക്ക് പോയത്? വണ്ടികൾ അന്ന് ഇറങ്ങിയ വണ്ടികളിൽ ഒന്ന് നമ്മുടെ ഇന്നോവ ഇത് തന്നെ, ഇത് മോഡൽ. അപ്പോൾ 2006 ഇന്നോവ ഇറങ്ങി. 2006 ഉണ്ടായിരുന്നു. അതിപ്പോൾ 2008 നമ്മൾ എടുത്തു. അന്ന് ഉള്ള വണ്ടിയായിരുന്നു, വേറെ ഒന്ന് ടവേറ ഉണ്ടായിരുന്ന കാലയളവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നോവയ്ക്ക് കുറേ കാലതാമസമൊക്കെ ഉണ്ടായിരുന്നു കിട്ടാൻ. അപ്പോൾ അതിലേക്ക് പോയില്ല. അന്നും ടൊയോട്ട ബ്രാൻഡിലേക്ക് പോയി. അപ്പോൾ ഫസ്റ്റ് ടൊയോട്ട വണ്ടിയല്ലേ ഇത്? ഫസ്റ്റ് ടൊയോട്ട അന്ന് വേറെ ടൊയോട്ട ഉപയോഗിച്ചുള്ള മാരുതിയുടെ ഡിസയർ ഉണ്ടായിരുന്നു, അതിന് ബോൾട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു, ജാപ്പനീസിനോട് തന്നെ. അപ്പോൾ അത് വന്നപ്പോഴാണ് എന്നാൽ ഇന്നോവ എടുക്കാം എന്ന് വെച്ചാൽ അങ്ങനെ ഇന്നോവ എടുക്കുന്നു. ഓക്കെ. അന്ന് കമ്പനിയിൽ 12,70,000 രൂപ. 1270. അപ്പോൾ ഇത് ടോപ്പ് വി ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് ഓട്ടോമാറ്റിക് ഓപ്ഷൻസ് ഒന്നും ഇല്ല, ഒന്നുമില്ല. അതിനുശേഷമൊക്കെയാണ് ഓട്ടോമാറ്റിക് ഇല്ല, റിവേഴ്സ് ക്യാമറ പോലും ഇല്ല, ഒന്നുമില്ല. 2008 അല്ലേ, അപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അന്ന് 12 വണ്ടി സെറ്റ് ഹോണ് അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. അതായത് ഇപ്പോഴത്തെ ബേസ് വേരിയന്റിൽ കൊടുക്കുന്ന കാര്യങ്ങളെക്കാട്ടിൽ കുറവാണ് അന്നത്തെ ടോപ്പ് വേരിയന്റിൽ കിട്ടിയിരുന്നത്. അപ്പം അന്ന് ഇന്നത്തെ ഹൈക്രോസിന്റെ ഒക്കെ ബുക്കിംഗ് പീരീഡ് അറിയാലോ. അന്നത്തെ ബുക്കിംഗ് പീരീഡ് ഒക്കെ എങ്ങനെയായിരുന്നു? അന്ന് ഏകദേശം അത്ര 4-5 മാസം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ, അത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഉണ്ടായിരുന്നു. ആദ്യം ഇറങ്ങിയപ്പോൾ കുറെ പേർക്ക് കൊടുത്തു, അത് കഴിഞ്ഞ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. കാരണം അത് ഇറങ്ങി കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ എടുക്കുന്നത്. 2006 വന്നു, 2008 ആയപ്പോഴത്തേക്ക് പീരീഡായി. ആളുകളെല്ലാം പ്രിയപ്പെട്ടവരായി. കാരണം ലോങ് പോകാനൊന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ആൾക്കാർ കൂടുതലായിട്ടും. പിന്നെ ഒരുപാട് ടാക്സി വണ്ടികൾ ഇറങ്ങിയല്ലോ. ലോങ് കോയമ്പത്തൂര്, മധുര, വളനി എല്ലാം പോകാൻ വേണ്ടി ഒരുപാട് ഇന്നോവ ഇറങ്ങി. പിന്നെ കല്യാണോട്ടം കൂടുതലായിട്ടും ഇന്നോവ ആൾക്കാർ വരുന്നത്, വീട്ടിൽ അവർക്ക് പോകാനും അങ്ങനെയൊക്കെ ഉള്ളതായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ടും ഇന്നോവ ബുക്കിംഗ് കൂടി. പണ്ടത്തെ ഇത് ഒരു ഫാമിലി വാഹനമായിട്ടും അല്ലാതെ നല്ല ലോങ് ജേർണിക്കും പിന്നെ ടാക്സി പർപ്പസ് നമ്മുടെ ടാറ്റാ സുമോയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ടാറ്റാ സുമോ പിന്നെ ടവേറ അങ്ങനെയുള്ളതൊക്കെ. പക്ഷേ ടവേറയൊക്കെ ആ ടൈമിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നോവ കിട്ടാൻ വരുമ്പോഴാണ് ആ സൈലോയിലൊക്കെ പിന്നെ ആൾക്കാർ തിരിഞ്ഞത്, മഹീന്ദ്രയിലോട്ടും ഒക്കെ പോയത്. ഇന്ന് ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ആണ് ആയിരിക്കുന്നത് മൊത്തം? ഇതിപ്പോൾ 1,65,000 കിലോമീറ്റർ ഓടി. 1,65,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലോങ് എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിന്റെ സർവീസ് കോസ്റ്റുകളും അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൊയോട്ടയിൽ നമുക്ക് സർവീസ് കോസ്റ്റ് ആകും. പക്ഷെങ്കിൽ സ്പെയർ പാർട്സ് മാറാനില്ലെങ്കിൽ ആകത്തില്ല വലുതായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റേഡിയേറ്ററിൻ്റെ അവിടെ നെക്ക് വെച്ച് നടന്നു പോയായിരുന്നു. അതാരും നിന്ന് എങ്ങനെയോ മുട്ടിയോ എങ്ങനെ നടന്നു പോയതാണ്. അപ്പോൾ നടന്നു പോയി കഴിഞ്ഞാൽ അത് അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 12,000 രൂപ റേഡിയേറ്റർ മാറണം. അപ്പോൾ അത് ഞാൻ വേറെ റേഡിയേറ്റർ കടയിൽ ചേച്ചി 250 രൂപയായിട്ടുള്ളൂ. അവർ 2 സൈഡിൽ ഓരോ ത്രെഡ് ഇട്ട് അത് ചെയ്ത് അങ്ങനെ മാറി. അപ്പോൾ ആ രീതിയിൽ പോയാൽ ഇപ്പോൾ ഉദാഹരണം സ്റ്റാർട്ടർ കംപ്ലൈൻ്റ് ആണ്. സ്റ്റാർട്ടർ കംപ്ലൈൻറ്റ് വന്ന് സ്റ്റാർട്ടറിന് പറഞ്ഞപ്പം അത് പിന്നെ 25,000 രൂപ സ്റ്റാർട്ടർ മാറണം. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് റീപ്ലേസ്മെൻറ്റേ ഉള്ളൂ.
അപ്പോൾ അത് ഞാൻ വേറെ ഒരു ബാറ്ററി കടയിൽ പോയി അവർ അതിൻ്റെ പിന്നെ ഏതാണ്ടൊക്കെ സംഭവങ്ങൾ മാറി 2500 രൂപയാണ്. ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓക്കെ. അതുപോലെ തന്നെ എ സിയുടെ എന്തോ മാഗ്നറ്റിക് ക്ലച്ച്. അപ്പോൾ അവർക്ക് വേറെ ഒന്നുമില്ല, കംപ്രസർ മാറണം. അവർ പുതിയ കംപ്രസർ വെക്കും. അപ്പോൾ കംപ്രസർ വെക്കുമ്പോൾ അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. അത് മൊത്തത്തിൽ അത് മാറി എല്ലാം കൂടെ ചെയ്ത് കംപ്ലീറ്റ് എല്ലാം ഗ്യാസും എല്ലാം ഫിറ്റ് ചെയ്ത് വന്നപ്പോൾ 6000 രൂപ. അതെല്ലാം ഒരു 14 കൊല്ലത്തിന് ശേഷം വന്ന കംപ്ലൈൻറ്റുകളായിരുന്നു. അത് ശരി. അടുത്ത കാലത്ത് വന്ന കംപ്ലൈന്റ്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എസിയുടെ കംപ്രസറിന് ഇഷ്യൂ വന്നത് 14 വർഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം. അല്ല ഒന്നും വന്നിട്ടില്ല. ഓക്കെ. ഒന്നും വന്നിട്ടില്ല. അല്ലാതെ ഗ്യാസ് പോലും വലിയ കിട്ടില്ല. അത് ശരി. അപ്പോൾ അല്ലാത്ത സർവീസുകൾക്ക് മാത്രമാണ് ഷോറൂമിനെ ആശ്രയിച്ചിരുന്നത്. സർവീസുകൾക്ക് ഞാൻ ഓരോ 5000 കിലോമീറ്ററിലും ഷോറൂമിൽ പോകും. 5000 കിലോമീറ്ററിൽ ചെയ്യും. ഇതുവരെ ഇത്രയും നാൾ വരെ ഇപ്പം കഴിഞ്ഞ 165 ചെയ്തു. ആ ഓരോ 5000 കിലോമീറ്റർ നമ്മൾ ഷോറൂമിൽ ചെന്നിട്ട് ആ കറക്റ്റ് അതാകുമ്പോൾ നമ്മൾ ഈ സർവീസ് എവിടെയും ചെയ്യും, ഓയിലൊക്കെ എവിടെയും മാറ്റാം. പക്ഷേ ജെന്യൂൻ പാർട്സ് വരത്തില്ല വെളിയിലാകുമ്പോൾ. സർവീസ് സെൻ്ററിലാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു AC ഫിൽറ്റർ, ഉദാഹരണത്തിന് ഇപ്പോൾ അല്ലെങ്കിൽ ഡീസൽ ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യത്തിൽ ജനറൽ ഐറ്റം വെച്ച് മാറും. പക്ഷേ അത് ഒറിജിനൽ ഐറ്റം വരണമെന്നുണ്ടെങ്കിൽ ടൊയോട്ട റെക്കമെൻഡ് ചെയ്യുന്ന സംഭവം വേണ്ടേ നമ്മൾ ഷോറൂമിൽ തന്നെ പോകണം. ഷോറൂമിൽ ചെന്നാൽ നമ്മളിപ്പോൾ ചിലർ പറയും ഷോറൂമിൽ പൈസ കൂടുതലാവും. ഷോറൂമിൽ പൈസ കൂടുതലൊന്നും ആകത്തില്ല, പാർട്സ് മാറണല്ലേ ആകത്തുള്ളൂ. അപ്പോൾ ആ രീതി മാറേണ്ട പാർട്സ് വെളിയിൽ നമ്മൾ റിപ്പയർ ചെയ്തോണം. അത് നോക്കി ചെയ്തോണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പൈസ കൂടുതലാവും. അവർ പുതിയ സ്റ്റാർട്ടർ വെക്കും, വാറണ്ടിയും തരും. അല്ല, നമ്മുടെ മറ്റേ വീഡിയോയുടെ കമന്റിൽ വന്നിരുന്നു ഈ 5000 സർവീസ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. ഈ 5000 കിലോമീറ്റർ എന്ന് പറയുമ്പോഴേ രണ്ട് രീതിയിലാണ്. ഒന്ന്, ചില വണ്ടികൾ 5000 കിലോമീറ്റർ ഓടാൻ സമയം കൂടുതലെടുക്കും. ഓക്കെ. അപ്പോൾ അതിന് ഓയില് കാര്യങ്ങൾ അങ്ങനെ ചിലപ്പം ഈ അതിൻ്റെ കുറവ് വരാം. അല്ലെങ്കിൽ ചില വണ്ടികൾ പെട്ടെന്ന് 5000 കിലോമീറ്റർ ആകും. അപ്പോൾ അങ്ങനെ രണ്ട് രീതി നോക്കുമ്പോഴും ആ ഒരു 5000 കിലോമീറ്ററിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓയിലൊക്കെ ടോപ്പ് അപ്പ് ചെയ്യുക. അങ്ങനെ അപ്പോൾ ഒരു 2-3 വണ്ടി പല വണ്ടിയും മാറി ഉപയോഗിക്കുന്നുണ്ട്. 5000 ആകാൻ കുറച്ച് പെട്ടെന്ന് ആവത്തില്ല, ആവത്തുള്ളൂ. അപ്പോൾ അത്രയും നാൾ വെയിറ്റ് ചെയ്ത് ഒരു 10000 ആകുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ടേക്കത്തില്ല. ഇല്ല, 5000 കറക്റ്റ് 5000 കയറി അവർ ±100 ഷോറൂമിൽ പോയിരിക്കും. നമ്മൾ ജനറൽ ചെക്കപ്പ് എല്ലാം ചെയ്യും. നട്ട് ബോൾട്ട് ചെറിയത് നമ്മളിപ്പോൾ എന്താ പറഞ്ഞാലും നട്ട് ബോൾട്ടിൽ ഓടുന്ന സാധനമാണ്. ഏതെങ്കിലും ഒരു നട്ട് ബോൾട്ട് എന്തെങ്കിലും ഒന്ന് ബെയറിങ്ങിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം അതിന് നോർമൽ ഷോറൂമിലാകാറുള്ള എക്സ്പെൻസ് എത്രയാണ്? ഷോറൂമിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു 50000 കിലോമീറ്റർ അന്ന് സർവീസ് ചെയ്ത് 465 രൂപയായുള്ളൂ ടൊയോട്ടയുടെ. പക്ഷെ പാർട്സ് മാറാറുണ്ടേ ആവും. പിന്നെ 1500, 2000, 3500 അങ്ങനെയൊക്കെ ഉള്ളത് ഓയിൽ ചേഞ്ച് ഉള്ളപ്പോൾ കൂടുതലാവും. അതിന് എന്ന് പറഞ്ഞാൽ ഡീസൽ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഓയിൽ എല്ലാത്തിൻ്റെയും വിലയാവുമല്ലോ. പിന്നെ ബാക്കി വരുന്ന ക്ലച്ച് മാറി 18000 രൂപയായി ഷോറൂമിൽ തന്നെ. ഓക്കെ, ക്ലച്ച് മാറി. അപ്പോൾ അങ്ങനെയുള്ള ഉണ്ട്. പിന്നെ ടൈമിംഗ് ബെൽറ്റ് മാറി. ടൈമിംഗ് ബെൽറ്റ് 1,00,000 കിലോമീറ്റർ മാറി. കറക്റ്റ് എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല. 1,00,000 എപ്പോൾ മാറിയോ? 1,00,000 1,400 അതൊരു മെസ്സേജ് വരും. നമ്മൾ ഇതിനകത്ത് ഡാഷിൽ ഇത് ഇൻഡിക്കേഷൻ വരും. ഇതിൽ കാണിക്കുമോ? കാണിക്കും. ആ ഒരു സമയത്തെ വണ്ടിയിൽ. ഓക്കെ, ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ്മെന്റ് ഒക്കെ ഡിസ്പ്ലേയിൽ കാണിക്കും. ഓക്കെ. അപ്പോൾ അത് പഴയത് അന്ന് ആ സംവിധാനമുണ്ട്. അത് ശരി. അപ്പോൾ അത് കാണിക്കും. പിന്നെ ഈ എല്ലാ വർഷവും കഴിവതും 1.5 വർഷം ടെഫ്ലോൺ അടിക്കും. കോട്ടിങ്ങും ചെയ്യാം. കോട്ടിങ് അത് പെയിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. കാരണം ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത അതാണ്. ഇത്രയും വർഷം, എത്ര വർഷമായാലും അതിന് ഇന്റീരിയർ കണ്ടാലും അല്ലെ എക്സ്റ്റീരിയർ കണ്ടാലും ആ ഒരു ക്വാളിറ്റി അല്ലേ. പിന്നെ ഞാൻ അങ്ങനെ മഴ നനയ്ക്കുക, വെയിലത്തിടുക, അങ്ങനെയുള്ള അവറേജ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. എങ്കിലും ആ രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് അങ്ങനെ ഒരു സ്ക്രാച്ച് എന്തെങ്കിലും വന്നാൽ ഉടനെ തന്നെ അത് ചെയ്യും, ഇട്ടേക്കത്തില്ല. അങ്ങനെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ വണ്ടി ലോങ് ഓടി പ്രസിദ്ധി നേടിയ വണ്ടി തന്നെയാണ് ഇന്നോവ എന്നുള്ളത്. പക്ഷേ ഇതിന് എൻജിൻ റിഫൈൻമെന്റ് വലിയ രീതിയിലോ ഒന്നും അങ്ങനെയൊന്നും അവകാശപ്പെടാനൊക്കത്തില്ല. കാരണം കുറച്ച് നോയിസി എൻജിനൊക്കെയാണ് വരുന്നത്. വലിയ ഓവർ സ്പീഡ് കയറാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ ലോങ് പോകുമ്പോൾ എങ്ങനെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്? ആവശ്യത്തിനുള്ള രീതിയിൽ കിട്ടി? ലോങ് ഞാൻ പോകുമ്പോൾ ഡ്രൈവർമാരെ ആരും വെച്ചാൽ പോകുന്നത്. പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല. വണ്ടി സ്പീഡിലും ആ രീതിയിലൊക്കെ തന്നെ പോകുന്നുണ്ട്. ഓക്കെ. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ ഓടിച്ചില്ലാതൊന്നുമില്ല. ഞാൻ വലിയ ദൂരം ഓടിച്ചിട്ടില്ല. 100 കിലോമീറ്റർ സ്പീഡിൽ മുകളിൽ പോയിട്ടുണ്ടോ? 100, 105 പോയിട്ടുണ്ട്. 105 പോയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നും വന്നിട്ടില്ല. പിന്നെ അതിന് വണ്ടി ഓടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ ഓടിച്ചെങ്കിൽ അതിൻ്റെ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഒന്ന് വെച്ച് നമ്മൾ തീരെ പയ്യെ പോയിട്ടും കാര്യമില്ല. അപ്പോൾ അത് ആ രീതി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ റൂമിയോണ്ട് റിവ്യൂ പറഞ്ഞ പോലെ ഒരു സ്ക്രൂ നമ്മൾ മുറുക്കിയാലും ഇന്നോവയിൽ അറിയാം. പക്ഷേ ബാക്കി വണ്ടികൾക്കൊന്നും ആ പെർഫെക്ഷൻ പറയാൻ പറ്റത്തില്ല. ഒരു സ്ക്രൂ മുറുക്കിയാലും ഇന്നോവ നമുക്കറിയാം.
അതിൻ്റെ ആ ഒരു ഗുണം കാണിക്കും വണ്ടി. റിഫൈൻഡ് അല്ലെങ്കിൽ തന്നെ ഈ യാത്രാസുഖത്തിന് യാതൊരു യാതൊരു പ്രശ്നവും യാത്രാസുഖത്തിനില്ല, ഒരു പ്രശ്നവുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ട് പുറകിൽ എവിടെ പുറകിലിരുന്നാലും ബാക്ക് സീറ്റ് അത്ര പറയണ്ട, സെക്കൻഡ് റോ ഒക്കെയാ, ഒരു സംശയമില്ല. തേർഡ് റോ മോശമൊന്നുമല്ല, പിന്നെ അത്ര അങ്ങ് പറയാൻ പറ്റത്തില്ല. ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്ന് കൺജസ്റ്റഡ് ആണ്. സെക്കൻഡ് റോ ഒക്കെ ഓക്കെയാണ്. പിന്നെ ബാക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലഗേജ് സ്പേസിനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ലഗേജ് ഒക്കെ അത്യാവശ്യം ഇരിക്കാം. അത്യാവശ്യമല്ല, ഒരെണ്ണം മറക്കി കഴിഞ്ഞാൽ മറ്റേ ആൾ കൺജസ്റ്റഡ് ആവത്തില്ല. ഓ, ഇത് രണ്ടും സ്പ്ലിറ്റ് ആണ്. ഒരെണ്ണം വേണേ മടക്കാം, രണ്ടായിട്ട് മടക്കേണ്ട ആവശ്യമില്ല. ഒരെണ്ണം മടക്കിയ ലഗേജും വെക്കാം, മറ്റേ ആൾ സുഖമായിട്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ ആകത്തില്ല. രണ്ടുപേരും ഇരിക്കുമ്പോഴാണ് അവിടെ പ്രശ്നമാകുന്നത്. രണ്ടുപേരും ലഗേജും കൂടെ ആകുമ്പോൾ പ്രശ്നമാണ്. ഓക്കെ, അതാണ് ലോങ് ഡ്രൈവിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് മൈലേജിനെ പറ്റി ഒന്ന് അറിയണമായിരുന്നു. കാരണം മൈലേജ് ഡീസൽ അടിക്കുന്നു ഓടുന്നതേ ഉള്ളൂ, വലുതായിട്ടുള്ള പ്രതീക്ഷകൾ വേണ്ട. ഡീസൽ അടിക്കുക, ഓടുക, തീരുമ്പോൾ അടിച്ചോളുക. അത് നമ്മൾ അതിനെപ്പറ്റി വലിയൊരു, പ്രത്യേകിച്ചും 15 കൊല്ലം പഴക്കമുള്ള വണ്ടി. രണ്ടാമത്തെ കാര്യം കുറവൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, അത്ര വലിയ കുറവൊന്നുമില്ല. ഒരു 13 കിട്ടും, 11.5, 12, 6 റേഞ്ച് വരും എന്തായാലും. 12 കുഴപ്പമില്ലല്ലേ, 12 ഒക്കെ വരും. മോശമല്ല, അത് നമ്മുടെ ഓടിനും നമ്മുടെ റോഡിനും അത്രയും വരുമ്പോൾ ഏകദേശം ഒരു 13, 14 ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഇത്രയൊക്കെ ഓടിക്കഴിഞ്ഞിട്ട് വണ്ടിക്കകത്ത് ഓരോ ബിൽഡ് ക്വാളിറ്റിയിൽ മെച്ചം തന്നെയാണ് ഇന്നോവ. അപ്പോൾ അകത്ത് വേറെ റാറ്റ്ലിംഗ് സൗണ്ടോ ഒരു ലെവൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഡോറിൻ്റെ സൈഡിലൊരു സൗണ്ട് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ സൗണ്ട്, എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവരോട് പറയും ഇന്നപോലെ സൗണ്ട് ഉണ്ട്. അപ്പോൾ സൗണ്ട് നോക്കണേ, ഒരു ദിവസം കിട്ടോളാം പറയാൻ പറയും, 2 ദിവസം കിട്ടുമോ, സൗണ്ട് മാറണം. അന്നേരം അങ്ങ് ചെയ്യും, വെച്ചോണ്ടിരിക്കത്തില്ല. വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത ബുഷായി ഇങ്ങനെയൊക്കെ പോകത്തില്ലേ. അപ്പോൾ അത് ആ രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒരു സൗണ്ടും ഇല്ല വണ്ടിക്ക്, ഒരു സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും ആ ഒരു എടുത്ത സമയത്തെ ഏകദേശം എടുത്ത സമയമായിട്ട് യാതൊരു വ്യത്യാസമില്ല. എടുത്ത സമയമായിട്ട് യാതൊരു വ്യത്യാസമില്ല, വണ്ടിക്ക് ഒന്നും അറിയാനില്ല. ഇപ്പോൾ ഈ ക്ലച്ചൂടെ മാറിക്കഴിഞ്ഞപ്പോൾ ഫുൾ പവറായി, നല്ല ഇതായി. അപ്പോൾ നമ്മളിത് ചെയ്തതിന് ഉദ്ദേശമുണ്ട്. കാരണം ഇപ്പോൾ ധാരാളം ആളുകൾ ഡൽഹിയിലൊക്കെ പോയിട്ട് വെളിയിൽ നിന്നുള്ള വണ്ടികൾ കേരള വണ്ടികളാണ്. അപ്പോൾ ഇന്ന് തന്നെ രാവിലെ ഒരാൾ വിളിച്ചെന്നോട്, ഒരു 3-4 മാസം കൊണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, വണ്ടി കൊടുക്കുന്നത് പറയണേ. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ ഇതൊന്ന് മറ്റേ ഈ ഹൈ ക്രോസ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അതിനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ബ്രദർ ഒരാൾ മലബാറിൽ മലപ്പുറം, പുള്ളിയുടെ മാഷ, പുള്ളി എന്നോട് വിളിച്ച് പറഞ്ഞു, ഒരു കാരണവശാലും കൊടുക്കരുത് പഴയ ഇന്നോവ. ആൾക്കാർ ഇന്നോവ എടുക്കുന്നുണ്ട്, അതെല്ലാം വെളിയിൽ നിന്ന് വരുന്ന വണ്ടികളും ഓടി അലഞ്ഞ വണ്ടികളുമാണ്, ഈ 5-6 ലക്ഷത്തിനൊക്കെ ഉള്ള വണ്ടികൾ. അപ്പോൾ അത് പുള്ളി പറഞ്ഞ ഒരു കാരണവശാലും കൊടുക്കരുത്, കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേ രീതിയിലൊരു വണ്ടി പിന്നെ കിട്ടത്തില്ല, മനസ്സിലായി. അപ്പോൾ ഇന്നോവ കയ്യിൽ പോവുകയും ചെയ്യും, വേറെ ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന രീതി വാങ്ങിക്കാൻ ചെന്നാൽ ഒന്നും വണ്ടി കിട്ടത്തില്ല, എന്തെങ്കിലും പ്രശ്നമൊക്കെ കാണും. ഇതാകുമ്പോൾ നമ്മൾ ഉപയോഗിച്ച വണ്ടി നമുക്കറിയാം, കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വില കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ പുതിയ വണ്ടി എടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇന്നോവ എന്നുള്ള കയ്യിലുണ്ടെന്നുള്ളത് ഇതൊക്കെ പോവുകയും ചെയ്യും, അവസാനം കയ്യിരിക്കുന്ന കാശൊക്കെ പോകും. അതേ ക്വാളിറ്റി കിട്ടത്തില്ല, ലോ മെയിൻ്റെനൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന. അങ്ങനെ വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല, അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം വലിയ എന്തോ അങ്ങനെ വർക്കൊന്നും വരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓടിയില്ല, ബാറ്ററി പോകും, അത്രേ ഉള്ളൂ. ബാറ്ററി റീപ്ലേസ്മെന്റ് ഒക്കെ എന്തോ ബാറ്ററി റീപ്ലേസ്മെന്റ് മാറി. കാരണം ആദ്യം കമ്പനിയിൽ നിന്ന് വന്ന ബാറ്ററി 4 വർഷം ഓടി, പിന്നെ ഓരോ 2 വർഷത്തിലും ബാറ്ററി മാറി. അങ്ങനെ ഒരു ഇത് ഉണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വലിയ ഓട്ടം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. എനിക്ക് തോന്നുന്നത് 5ാമത്തെ ബാറ്ററിയാണ്. അപ്പോൾ എത്ര കോസ്റ്റ് ആവാറുണ്ടായിരുന്നു? അതിനൊരു 6000 രൂപ. 6000 രൂപ നമ്മൾ പഴയ ബാറ്ററിക്ക് 1000 രൂപ കിട്ടും. 5400 ഷോറൂമിലല്ല, അത് പറയാം, പുറത്താണ് ചെയ്യുന്നത്. പിന്നെ ടയറിന് എത്ര കിലോമീറ്റർ മൈലേജ്? ടയറിന് മൈലേജ് നമ്മൾ വലുതായിട്ട് പറയണ്ട, കിട്ടത്തില്ല, വലുതായിട്ട് കിട്ടത്തില്ല. 35-40 എന്ന് പറഞ്ഞാൽ ബാക്ക് ടയറിന് എനിക്ക് 60 വരെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ഇത് വരത്തില്ല, കാരണം ഒന്നാമത്തെ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ അലൈൻമെൻറ്റ് അറിയാമല്ലോ, പല അലൈൻമെൻറ്റും പലയിടത്തും കറക്റ്റ് അല്ല. അഥവാ കറക്റ്റ് ചെയ്ത് വന്നാൽ തന്നെ നമ്മൾ 2 കുഴി ചാടുമ്പോൾ അലൈൻമെൻറ്റ് മാറും. നമ്മൾ വണ്ടി ഇട്ട് ഓടിക്കും, അതിൻ്റെ ഒരു സൈഡങ്ങ് പോകും. പിന്നെ പലയിടത്തും ഈ കാറ്റടിക്കുന്ന ഗേജ് കറക്റ്റ് അല്ല, അതിനകത്ത് സൈഡ് എഡ്ജെല്ലാം പറഞ്ഞങ്ങ് പോകും, കുറച്ച് കാറ്റടിച്ചാലൊക്കെ. നമ്മൾ പറയാം നല്ല യാത്രാസുഖമൊക്കെ, പക്ഷേ കാറ്റ് കുറച്ചടിച്ചാൽ 2 എഡ്ജും പോകും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ടയറിൻ്റെ ലൈഫൊന്നും വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട, ഒരു 50,000 കിലോമീറ്റർ അകത്തേ കിട്ടത്തുള്ളൂ. ഫ്രണ്ട് 2 ടയർ, ബാക്ക് ടയർ കിട്ടും. ടാക്സി ഓടുന്ന വണ്ടി അതേ കിട്ടത്തില്ല, ആള് ഫുൾ ഉണ്ടെങ്കിൽ കിട്ടത്തില്ല, ബാക്കിലും വെയിറ്റ് കയറും.
ഇതിനെ കൂടുതലും സിംഗിൾ അല്ലെങ്കിൽ രണ്ടുപേരും ഞാൻ രണ്ടുപേരല്ലേ മാക്സിമം 4 പേര് 4 പേരൊക്കെ വളരെ ഞങ്ങളെല്ലാവരും കൂടെ പോയെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ലോങ് പോയിട്ടുണ്ട്. കോയമ്പത്തൂർ, മധുര, പളനിയൊക്കെ പോയിട്ടുണ്ട്, മൂകാംബിയൊക്കെ പോയിട്ടുണ്ട്. അന്നേരം ഒന്നും അറിയാമല്ലോ വണ്ടിക്ക്. അപ്പോൾ ഞാൻ ഡൽഹി വണ്ടികളുടെ കാര്യം ചോദിച്ചതിൻ്റെ കാരണം ഇപ്പം 15-10 വർഷത്തിന് ശേഷം അവിടെ ഡീസൽ വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി 1.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിയ വണ്ടികൾ കുറേ വിൽക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് അത് ജെനുവിൻ ആണെങ്കിൽ, അതായത് നല്ല സിംഗിൾ ഓണർ യൂസർ അല്ലെങ്കിൽ നല്ലൊരു സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി ആണെന്നുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുമോ? ഇന്നോവ നമ്മൾ യൂസ് ചെയ്ത രീതിയിലുള്ള ആണെങ്കിൽ എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം എന്നാണ് പറയുന്നത്. പിന്നെ കിലോമീറ്റർ ഓടുന്നതിന്റെ എങ്ങനെ ഓടിച്ചു എന്നുള്ളതാണ് മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു സംഭവം ചെയ്യുമ്പോൾ 2-3 രീതിയിലുണ്ട്. അതെ, 2-3 രീതി ചെയ്യാം. എനിക്കിപ്പോൾ ഈ വണ്ടി ഇവിടുന്ന് പയ്യെ ഉരുട്ടി അങ്ങോട്ട് കൊണ്ടുപോകാം. അതിനേക്കാൾ ഒരു വിപ്ലവം കാണിച്ച് തിരിച്ചു പറിച്ച് വേണമെങ്കിൽ കൊണ്ടില്ല. മനസ്സിലായി. നമ്മൾ സംഭവം ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ്. മനസ്സിലായി. ഏത് രീതി നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ അത് യൂസ് ചെയ്ത് ഏത് രീതിയിലാണെന്നുള്ള അറിയണം. അപ്പോൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്താണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മെക്കാനിക്കലി ചെക്ക് ചെയ്യാമല്ലോ. മെക്കാനിക്കലി ചെക്ക് ചെയ്യാം. ഈ പറയുന്ന 1.5 ലക്ഷം 2 ലക്ഷം ഒന്നും വലിയ കാര്യമല്ല ഇന്നോവയ്ക്ക്. അപ്പം പുറത്തുനിന്ന് എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ റിയർ വീൽ ഡ്രൈവ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. അത് അധികം വണ്ടികളിൽ നമുക്കിപ്പോൾ കാണാനായിട്ടില്ല. അതാ, എല്ലാം ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു യാത്രകൾക്ക് കയറ്റം കയറുമ്പോഴൊക്കെ കൂടുതൽ കംഫർട്ട് അതിലായിരിക്കുമല്ലോ കിട്ടുന്നത്. കംഫർട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കംഫർട്ടിന്റെ കാര്യത്തിലൊന്നും നമ്മൾ രണ്ടാമത് ചോദ്യത്തിന്റെ ആവശ്യമില്ല. അതെല്ലാം സംഭവം റെഡിയാണ്. കംഫർട്ട്, പവർ, പെർഫോമൻസ് എല്ലാം റെഡി. ലാറ്ററോൺ ഫ്രെയിം ആണ് വന്നിരിക്കുന്നത് ബോഡി. അപ്പോൾ അതിന് ഈ ബോഡി റോളൊക്കെ ഉള്ള വണ്ടികളാണ് ഇപ്പോഴിറങ്ങുന്നത്. പക്ഷേ ഈ പഴയ ഇന്നോവയിൽ അത് യാത്രാസുഖം നല്ല രീതിയിൽ തന്നെ കിട്ടും. പഴയ ഇന്നോവയിൽ യാത്രാസുഖം നല്ലപോലെ തന്നെ ഉണ്ട്. പുതിയ ക്രിസ്റ്റയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പുതിയ ക്രിസ്റ്റയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചില്ല, യാത്ര സ്വന്തമാക്കിയിട്ടില്ല, യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ അതിനും കംഫർട്ട് കുറവൊന്നും തോന്നില്ല. അല്ല, എല്ലാവരും പറയാറുണ്ട് പുതിയ ക്രിസ്റ്റയെക്കാട്ടിൽ പഴയ ഇന്നോവയ്ക്കാണ് യാത്രാസുഖം കൂടുതൽ. അതിനകത്ത് നമ്മൾ ഈ സംഭവങ്ങൾ പുതിയതായിട്ട് ചില സംഭവങ്ങൾ വരുമ്പം ഇത് ചില വിധത്തിലാണ്ട പഴയത് നല്ലതായിരുന്നു, പുതിയത് കൊള്ളത്തില്ല, പുതിയ മോഡൽ കൊള്ളത്തില്ല. അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ വരുമ്പോൾ ചില രീതിയിൽ അത് എഫക്റ്റ് വരത്തില്ല. പക്ഷെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കാം. അതാണ് അതിൻ്റെ. പക്ഷേ ഇന്നോവയ്ക്കകത്തിരിക്കുന്നതല്ല, ക്രിസ്റ്റയ്ക്കകത്തിരുന്ന വേറൊരു ലുക്കാണ്. ക്രിസ്റ്റയ്ക്കകത്തിരിക്കുമ്പോൾ വേറൊരു കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്നോവ എന്ന് പറയുമ്പോൾ പഴയ നമ്മുടെ രീതിയിലുള്ള ഇതാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ഇപ്പം വെളിയിൽ നിന്ന് വരുന്ന വണ്ടി ഇപ്പം ഇതുകൊണ്ടല്ലോ, ഇതിപ്പോൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 ഒക്കെ ഇപ്പോൾ പഴയ പോയി ഇതുപോലെ ഇതിപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം പുതിയ മോഡലാക്കി തരും. പുതിയ ക്രിസ്റ്റ ആണെങ്കിലും ആക്കി തരും. മറ്റേ അല്ലാത്ത രീതിയിൽ പെയിൻറ്റ് വേണമെങ്കിൽ പെയിൻറ്റ് മാറാം. പിന്നെ ഇത് ഗ്രില്ല് മാറിയതാണ് കേട്ടോ. ഇത് മാറ്റിയിട്ടുണ്ട്. ഗ്രില്ല് മാറിയതാ, ഗ്രില്ല് മാങ്ങ മാറി. ഇത് വേറൊരു സ്റ്റൈലൊക്കെ വെച്ചതേ ഉള്ളൂ. അത് അന്നേ മാറിയതാ, എടുത്തോണ്ടേ തന്നെ മാറിയതാ. അപ്പോൾ ഗ്രില്ല് അപ്പോൾ അത് ബമ്പറെല്ലാം മാറ്റി പുതിയ പോലെ ആക്കി തരും. ആ ബമ്പർ മാറ്റി പുതിയ പോലെ ആക്കും. ഒന്നുമില്ല, ബമ്പർ ഇത് മാറ്റുക, ഇതങ്ങ് എടുത്ത് കളയും, ഇതെടുത്ത് പുതിയ അങ്ങ് വെക്കും. ബാക്കി പിന്നെ മറ്റേ ഇതുള്ള ലൈറ്റും വെക്കും, അങ്ങ് ആയി. അപ്പോൾ അതിപ്പോൾ ഞാനപ്പം നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 1 ലക്ഷം രൂപ പോകും. വെളിയിൽ നോക്കുമ്പോൾ ഉള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എന്നോട് ആൾക്കാർ പറഞ്ഞു, ഒന്നേ അത് ചെയ്യേ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പുതിയ ക്രിസ്റ്റയുടെ ടൊയോട്ട എന്ന് അവർ തന്നെ പറഞ്ഞു, പുതിയ ക്രിസ്റ്റയുടെ പഴയ ഇന്നോവ ഇല്ലേ സാറിൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് പറയുമെന്ന്. ഞാൻ പറഞ്ഞപ്പോൾ 2 രീതിയിൽ പറയും. ഏതിനും 2 വശമുണ്ടല്ലോ, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഒന്ന് പഴയ ഇന്നോവ അത് പറഞ്ഞോട്ടെ, എൻ്റെ സാറിൻ്റെ ഇന്നോവ പഴയതാ, പുതിയ ഒരെണ്ണം എടുക്കണം. പണ്ടേ ഇന്നോവ ഉള്ളവനാന്നും പറയും. മനസ്സിലായോ? അപ്പൊ അതാണ് ഇതിനകത്ത് ഇത്. 15 വർഷം മുമ്പേ ഇന്നോവ 15 വർഷം മുമ്പേ ഇന്നോവ ഉണ്ടായിരുന്നു പറയുമല്ലോ. അപ്പോൾ ഇത് ഇപ്പം പറയാം സാറിൻ്റെ അവിടെ പുതിയ ക്രിസ്റ്റ എടുത്തു, അല്ല അതിൻ്റെയാ പുതിയ ക്രിസ്റ്റ എടുത്തു, പുതിയ ഇന്നോവ കയ്യിരിക്കുന്നു. അപ്പോൾ ഇത് പറയത്തില്ല. ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ അങ്ങനെയും പറയും. പിന്നെ അങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവന്ന് റൂമിയോടെ കയറി. ഇന്റീരിയറിൽ വന്നിരിക്കുന്നു. ഇത്രയും വർഷമായി ഇന്നോവയുടെ ഇന്റീരിയർ എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കാണണ്ടേ? വണ്ടി എല്ലാ പൊതുവെയുള്ള അഭിപ്രായമാണ്, എത്ര വർഷമായാലും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിലും എൻജിൻ റിലയബിലിറ്റിയിലും ഒന്നും ഒരു വ്യത്യാസം വരത്തില്ല. ഭയങ്കര ഇന്റീരിയർ ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം നമുക്കത് ഡയറക്റ്റ് ഒന്ന് നോക്കിയേക്കാം അല്ലേ? ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതിപ്പം ഇന്റീരിയർ ക്ലീനിങ് കൊടുക്കാറുണ്ടോ മിക്കവാറും? അതോ ഇന്റീരിയർ ക്ലീനിങ് ഒരു തവണ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോ നമ്മുടെ അനിയൻ്റെ ഒരു മോനുണ്ട്, അന്തരീക്ഷം പൗൻസി പഠിക്കും, പുള്ളി അതിന്റെ സെഷൻ ക്ലീനിങ് മൊത്തം അതെല്ലാം ചെയ്തോളൂ. അത് പുള്ളിയുടെ വണ്ടി ഇട്ട് കൊടുത്തേച്ച് വണ്ടി കൂലിയുണ്ട്, ഒരു കൂലി പറയും. ആ കൂലി അതെന്തായാലും ചിലപ്പോൾ കഴിക്കുന്നതായിരിക്കും, അല്ലെ എന്തെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അത് പുള്ളി കംപ്ലീറ്റ് ബോഡി എല്ലാം അത് 3M ഒക്കെ ഇട്ട് അത് മിക്സിംഗ് എല്ലാം പുള്ളിക്ക് അറിയാം. എല്ലാ വണ്ടിയും പുള്ളി അതിൻ്റെ ആള്.
അത് നല്ല അപ്പോൾ അതെല്ലാം അടിച്ച് റെഡിയാക്കി ഇവിടെ എല്ലാം തുടച്ച് ഭംഗിയാക്കി എല്ലാം തരും. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതും പറയും, ഇതിനടുത്ത് പോകുമ്പോൾ കാണിക്കണം, എന്നോട് ഇതുപോലെ ഇളകി ഇരിപ്പുണ്ട്. ഓ അത് ശരി, പറ്റി അത്യാവശ്യം അറിയാവുന്ന ആളാണ്. പിന്നെ സൈഡിലെ ഇതുണ്ടല്ലോ മറ്റേ ഒരു ക്ലോത്തിന്റെ ഉണ്ടായിരുന്നു, അത് പിന്നെ അതും പോയി. അപ്പൊ അത് മാറ്റി ഞാൻ മറ്റേ എല്ലാം ഈ ചെളിയൊക്കെ പിടിച്ച് അത് പോയി, എവിടെ ഉണ്ട് കണ്ടില്ല, അത് പിന്നെ ഞാൻ മാറ്റിയതാ. ഓക്കെ, അത് മാറ്റി. ഇത് മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. അത് ആ ഒരു റെക്സിന് ഒട്ടിച്ചേക്കുന്ന അതാ മാറ്റിയത്. അതെല്ലാം എല്ലാത്തിന്റെയും അതാണ് ഒട്ടിച്ചേക്കുന്നിടത്ത് ഒരു ക്വാളിറ്റിയുടെ ഒരു ഇത് കാണാൻ വ്യത്യാസം. അതല്ലാതെ വേറെ എന്തെങ്കിലും ഇന്റീരിയറിൽ ചേഞ്ച് പിന്നെ ബാക്കിയൊക്കെ എക്സ്ട്രാ, ഇതെല്ലാം എക്സ്ട്രാ വെച്ചതാ. എക്സ്ട്രാ ചെയ്തു. പിന്നെ ഇവിടെ ടോപ്പ് മൗണ്ട് ചെയ്തേക്കുന്ന സ്ക്രീനോ? സ്ക്രീൻ. ഓക്കെ, സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇതന്നെ ആ സമയത്തെ ചെയ്തിരുന്നു. ഇത് ഇപ്പൊ ഇത് ചെയ്തിട്ട് ഏകദേശം 10 വർഷത്തിന് മേലായി. 10 വർഷം മുമ്പ് ടി വി വെച്ചിട്ടുണ്ട് വണ്ടിയില്. USB കാര്യങ്ങളൊക്കെ കുത്താൻ പറ്റില്ല, എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, വണ്ടിയുടെ സ്പീക്കറിനകത്ത് തന്നെ കണക്ഷൻ കാര്യങ്ങളെല്ലാം വരും. 9 ഇഞ്ചാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇന്നത്തെ കാലത്തെ. അതെ, അന്ന് 9 ഇഞ്ച്. അന്ന് പിന്നെ ടച്ച് ഡിസ്പ്ലേ ഒന്നും അത് കഴിഞ്ഞ് ഇത് പിന്നെ വെച്ചതാ. അത് ടച്ചാ. ഓക്കെ, അത് ടച്ച് ആയിരുന്നു. പിന്നെ അതുപോലെ സ്വിച്ചസും കാര്യങ്ങളും ഒന്നും എല്ലാം പഴയതൊന്നും മാറ്റിയിട്ടില്ല, മാറ്റേണ്ടി വന്നിട്ടില്ല, എല്ലാം പക്കയാണ്. സീറ്റ് കവേഴ്സ് വേറെ ചെയ്താ, അത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇന്റീരിയർ ക്ലീനിങ് ഒരു തവണ ചെയ്തിട്ടുണ്ട്, ഈ 15 കൊല്ലത്തിനിടെ ഒരു തവണ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും നല്ല നീറ്റായിട്ടിരിക്കുന്നു അല്ലേ? നമ്മുടെ ഈ ടെഫ്ലോൺ കൊടുക്കാൻ ചെയ്യുമ്പോഴേ, അപ്പൊ അത് ഈ ഞാൻ ഇപ്പൊ ചെന്ന് ഈ ടെഫ്ലോണിന് എത്ര റേറ്റ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിന് എത്ര രൂപ ആകുന്നുള്ള വിലപേശലൊന്നുമില്ല. ഒരു പക്ഷെ അറിയാമായിരിക്കും, ഇവിടെ പ്രസാദ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഈ ബീച്ചിന്റെ അടുത്ത് അവിടെ കണ്ടൊരു പ്രസാദ് എന്ന് പറഞ്ഞ ഒരാൾ, പുള്ളി അടുത്ത് ചെന്നിട്ട് വണ്ടി കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെ കാര്യങ്ങൾ, അത് മൊത്തം വണ്ടി വൃത്തിയാക്കി തന്നേക്കാവുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അകമൊക്കെ എല്ലാം റെഡിയാക്കി തന്നേക്കാം, അപ്പൊ സാറ് തരുന്നെങ്കിൽ തന്നാ. ഞാൻ ചോദിച്ചാൽ എത്ര, അത് ഇത്രയ്ക്ക് തരണം. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവാണ്, 12,000 രൂപ കുറവായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. ഞാൻ 10,000 രൂപയ്ക്ക് എല്ലാം കൂടെ തീരുമെന്ന് പറഞ്ഞ പുള്ളി 8 രൂപയ്ക്ക് തരണം. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് അത് ചെയ്യുന്ന പറഞ്ഞാൽ അന്ന് ചെയ്താ കണ്ടോ, ഇവിടെ വല്ലതും കണ്ടോ, ഇവിടെ വല്ല അന്ന് എന്തോ സംഭവം പരട്ടിട്ട് അവിടെ ചെറുണ്ടി ചെയ്താ. പക്ഷെ അവിടെ ഒരു പ്രശ്നവും ഇപ്പൊ ഇല്ല. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ഒരു ക്വാളിറ്റി അതേപോലെ തന്നെ ഇപ്പൊ ഒരു വ്യത്യാസം ഇതിനകത്തില്ല. പിന്നെ നമ്മൾ ഡെയിലി തുടയ്ക്കും, ഡെയിലി ഇപ്പൊ ഒരു നനഞ്ഞ തുണിയിട്ടിട്ടേ ഇവിടെ തുടച്ച് വൃത്തിയാക്കും, പൊടി ഊതി കളഞ്ഞിട്ട്. പൊടി വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്ക്രാച്ച് ആവും, പൊടി വെച്ച്. അതുപോലെ ഈ ഓരോ പാർട്സിലും സ്ക്രാച്ച് വീഴും, പൊടി ഇരുന്നിട്ട് നമ്മൾ പിന്നെ തുടച്ചാ പൊടി മാറ്റി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അല്ലേ? പൊടി നമ്മള് സൂക്ഷ്മതയിലാണ് പകുതി മുക്കാലും കാര്യങ്ങൾ ഇരിക്കുന്നത്, നമ്മൾ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. സൂക്ഷിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ AC ഇപ്പോഴത്തെ വണ്ടികളുടെ കൂട്ട് ഇട്ടുടനെ 30 സെക്കൻഡ് കൊണ്ട് കൂളാവുന്നത് നമ്മൾ പ്രതീക്ഷിക്കരുത്. എങ്കിലും അന്ന് കിട്ടിയപ്പോഴത്തേതുപോലെ ഇപ്പോഴുണ്ടോ? കിട്ടിയതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. വലിയ അന്നേരം തന്നെ കൂളാവും. എങ്കിലും ഇപ്പോഴത്തെ പോലെ ഫ്രണ്ടിൽ ഇപ്പൊ വിൻഡോ അടുത്തിരിക്കുന്ന ചിലപ്പോൾ തോന്നായിരിക്കും, ബാക്കിലോട്ട് ഒരു പക്ഷേ ഇഷ്ടംപോലെ എയർബെൻസ് ആണ് ഈ വണ്ടിയിലുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. പിന്നീട് മുകളിൽ സൺഷെയ്ഡും പിന്നീട് നമ്മുടെ സൺഗ്ലാസ് ഹോൾഡേഴ്സും ലൈറ്റ്സും എല്ലാം വരുന്നുണ്ട്. ഇവര് സൺറൂഫ് കൊടുക്കില്ലല്ലോ, അവസാനം വരെ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഹൈക്രോസ് ഇറങ്ങിയപ്പോഴാണ് സൺറൂഫിന്റെ കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പൊ ടൊയോട്ട ഫാൻ ആയ സ്ഥിതിക്ക് ചോദിക്കാം, ഈ ഫോർച്യൂണറിന് 50 ലക്ഷം 55 ലക്ഷം രൂപ വില വന്നു, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം പറയാനുള്ളത്? അത് കൂടുതലാന്ന് തന്നെ പറയാറുണ്ട്. അതൊരു വർത്ത് ബൈങ് ആയിരിക്കുമോ എന്ന് തോന്നുന്നു. കാരണം ഫോർച്യൂണർ എന്ന് പറയുമ്പോൾ നല്ല വണ്ടിയാണ്, കണ്ട ആനച്ചന്തമാണ്, സംഭവമൊക്കെ ഉണ്ട്. എനിക്ക് വീട്ടിലുണ്ട്, ബ്രദർ യൂസ് ചെയ്യുന്നുണ്ട് വണ്ടി, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാ. വെർത്താണെന്ന് ചോദിച്ചാൽ വണ്ടി എല്ലാ രീതിയിലും പക്കാ വർത്താ, പക്ഷെങ്കിൽ മൂല്യത്തിനനുസരിച്ചുള്ള വണ്ടിയില്ല. 40 ലക്ഷത്തിൽ താഴെ 40, 42, 45 മാക്സിമം. 55 കൊടുത്ത് മേടിക്കും, അത് നഷ്ടമാണ്. 55 പറഞ്ഞാൽ ഞാൻ 35 രൂപയ്ക്ക് ക്രിസ്റ്റ വാങ്ങിക്കുന്നതിന് പോലും എനിക്ക് താല്പര്യമില്ല. 35 ക്രിസ്റ്റ അതുപോലെ ക്രിസ്റ്റ മാക്സിമം 25 അറേഞ്ച് പറഞ്ഞ് അവർ ഇതെടുക്കുമ്പോൾ 12 രൂപയുള്ളൂ. ഇപ്പൊ അപ്പൊ ഇത് മാക്സിമം ഒരു ബാക്കിയൊക്കെ ഒരു മോണിയുടെ പുറത്ത് പോകുന്ന വിലയാണ്. അപ്പൊ അത്രയ്ക്ക് വലിയൊരു സംഭവമില്ല. ഫോർച്യൂണർ വില കൂടുതലാണ്. ഫോർച്യൂണറുമായിട്ട് വലിയ വില വ്യത്യാസം വരത്തില്ല. റേഞ്ച് റോഡൊക്കെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ സത്യം അത് തന്നെ കുറച്ചൊരു 10-20 ലക്ഷത്തിന്റെ മാറ്റം വരും വണ്ടി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ രീതിയിലുള്ള ആൾക്കാരെ പൈസ ഉള്ളവർക്ക് എടുക്കാം. നമ്മളിപ്പോ പൈസ നോക്കാതെ എടുക്കുന്നവർക്ക് എടുക്കാം. ഫോർച്യൂണർ കണ്ട ആനച്ചന്തമാണ്, വണ്ടി നല്ല ലുക്കാണ്, വണ്ടി വലിപ്പമാണ്, വണ്ടി കംഫോർട്ടുമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നോവയേക്കാൾ ഒന്നുകൂടെ ഓഫ് റോഡാണ്. ബോഡി റോളിംഗ് ഒക്കെ നല്ല രീതിയിലുണ്ട് നമ്മുടെ ഫോർച്യൂണേഴ്സിന്. നിരപ്പ് റോഡിൽ സുഖമായ യാത്രക്ക് ഇന്നോവ തന്നെ ആയിരിക്കും നല്ലത്. മറ്റേ റഫ് റോഡാണെങ്കിലും അറിയാതെ പോകും. റഫ് റോഡ് ഇവൻ അത്ര കണ്ടീഷൻ ആയിരിക്കത്തില്ല. റഫ് റോഡിൽ കുലുങ്ങിയതാകും.
സസ്പെൻഷന്റെ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൊണ്ടായിരിക്കണം ഇത് അങ്ങനെ ആയിരിക്കും നമ്മളങ്ങനെ നോക്കുന്നില്ല ഉപയോഗിക്കുക ഡീസൽ അടിക്കുക പോവുക വൃത്തിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക അതാണ് ഏറ്റവും വലിയ കാര്യം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു സംഭവം ഒരിടത്ത് പൊടി പറ്റിയിട്ടുണ്ട് ഈ വീട്ടിൽ എന്നെ കഴിഞ്ഞ കളിയൊക്കെ മാനസിക രോഗമാണെന്ന് പറഞ്ഞു അത് തുടച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുത്തും അത് ശരി അതാണ് അതിനകത്തെ പ്രശ്നം അങ്ങനെ ക്ലീൻ ചെയ്താലേ ഇത് ഈ രീതിയിൽ അതേ രീതിയിൽ അതായത് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ഇതിലെല്ലാം നല്ല വാക്വം വെച്ച് പിടിച്ച് എല്ലാം റെഡിയാക്കും ഒരു പൊടി പോലും ഇല്ല അത് ശരി എല്ലാം റെഡിയാക്കി കണ്ടീഷനാക്കി വെച്ചിരിക്കുക ചെയ്യാറുണ്ട് നമ്മൾ സൂക്ഷിക്കുക സ്റ്റിയറിംഗ് കവർ ആണെങ്കിൽ ഈ സ്റ്റിയറിംഗ് കവർ ഉണ്ടല്ലോ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡ്രൈവർമാരാണെങ്കിലും അല്ലെങ്കിൽ ആരാ ഓണർ ആണെങ്കിലും ഞാൻ കുറ്റം പറയല്ല ചുമ്മാ ഇപ്പോൾ തിരിക്കണമെന്ന് വെച്ചോ നഖം കുത്തി ഇറക്കും ഇതേലെ മനസ്സിലായോ ഇത് നഖം കുത്തി ഇറക്കും ഇപ്പൊ സർവീസിന് വണ്ടി കൊടുത്തപ്പോൾ അവർ ഈ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അതുണ്ടല്ലോ അതിനകത്ത് അവരുടെ പരിപാടി ചുമ്മാ ഈ ഇതേ കുത്തി ഇറക്കുക നഖം മനസ്സിലായോ പാഴ്സൽ വരുന്ന ഇല്ല ഇതിനകത്ത് ബബിൾസ് പൊട്ടിക്കുമല്ലോ ആ രീതിയിൽ അവർക്കൊരു വിനോദമാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഈ സ്റ്റിയറിംഗ് കവർ വെച്ച് മുറിഞ്ഞങ്ങ് പോകും അപ്പോൾ ആ രീതിയിൽ നമ്മൾ സൂക്ഷിച്ചെങ്കിലേ കാര്യങ്ങൾ വൃത്തിയായിട്ടിരിക്കുന്നു ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടതാണ് ഗിയറിൻ്റെ ഈ കവറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ല അതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്പീക്കർ ക്വാളിറ്റിയിലൊന്നും സ്പീക്കർ ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ വലിയ മ്യൂസിക് സിസ്റ്റം ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പഴയ ആളല്ലേ അല്ല അല്ല അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ കുഴപ്പമില്ല ഇനി നമുക്ക് വെളിയിൽ പോയി കൺക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പം 15 വർഷത്തെ യാത്രാ അനുഭവത്തിൽ എന്ത് നെഗറ്റീവ്സ് ആണ് ഇന്നോവയും കൊണ്ട് ഇന്നോവയെ സംബന്ധിച്ച് പറയുന്നത് ഇവരെ നമ്മുടെ സന്താപത്തിലും സന്തോഷത്തിലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ലെന്ന് തന്നെ പറയാം ഒന്നും നെഗറ്റീവ് നമ്മൾ പറയുന്നത് ഒരു കാരണവശാലും ഇപ്പോൾ ഒരു ബാറ്ററി ഡൗൺ ആയാൽ തന്നെ പുള്ളി കറക്റ്റ് പോയി ഒരു പാർക്കിംഗ് കയറി കിടന്നതിന് ശേഷമേ ഡൗൺ ആകത്തുള്ളൂ അല്ലാതെ അവിടെ നിന്ന് എടുക്കുമ്പോൾ പിന്നെ അനങ്ങത്തില്ല ഇടയ്ക്കെങ്ങും ചതിവിൻ്റെ ഒരു സംഭവം ഇതുവരെ കാണിച്ചിട്ടില്ല ഇല്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല മറ്റേ എടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തേക്കാം എല്ലാം കൂടെ വണ്ടി ഇട്ടയച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഇവന് നമ്മുടെ ആ ഒരു ബ്രദർ പുള്ളി അവമാഷ അവിടെ അവൻ പറഞ്ഞത് ഇൻഷുറൻസും കൊടുത്തിട്ടുണ്ടാന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു ആ പുള്ളി വേറെ പറഞ്ഞു ഒരു കാരണവശാലും പഴയ ഇന്നോവ കൊടുക്കല്ല അവിടെ ഈ മലബാറിൽ ഇന്നോവ വലിയ കച്ചവടമാണ് വെളിയിൽ നിന്ന് വരുന്നത് അവിടെ ഒത്തിരി ഇന്നോവ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ എടുക്കുന്നുണ്ട് അവിടെ എല്ലാം കേരള വണ്ടിയാണ് ചോദിക്കുന്നത് കേരള വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് വെച്ച് വരുമ്പം നമ്മളില്ല ഈ പഴയ ആൾക്കാർ പറയുമല്ലോ തെക്കൊന്നും വന്നതുമില്ല ഒറ്റാലി കിടന്നതുമില്ല കൈ ഇരുന്നതും പോയി അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലോട്ട് പോകണ്ട ഞാൻ പിന്നെ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് കാരണം ഇല്ല എന്നെ സംബന്ധിച്ചില്ല പിന്നെ ഇനിയും വേറെ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കുണ്ടോ എന്ന് അറിയത്തില്ല പിന്നെ ഇപ്പോൾ പാർക്കിങ്ങിന് സ്പേസ് വേണം അതിപ്പോൾ ബസ്സിനാണെങ്കിൽ ബസ്സിൻ്റെ സ്ഥലം വേണമല്ലോ പിന്നെ തിരിയുന്നത് എവിടെയും നല്ല ടേണിംഗ് റേഡിയസ് എവിടെയും ഒരു റോഡ് ഇട്ട് അന്നേരം തിരിക്കാം ഒത്തിരി എടുത്ത് ഒന്നും ചെയ്യണ്ട തന്നെ തിരിഞ്ഞോളൂ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് 2008 മോഡൽ ഇന്നോവയെ പറ്റി പറയാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് വീണ്ടും ഇന്നോവയെ പറ്റി തന്നത് നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ച അതേ യൂസറിൻ്റെ അതേ വണ്ടി തന്നെ നമ്മൾ ചെയ്തു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം യൂസർ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ എബോട്ട്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൽ ഐ ഡി എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ